Hello everyone, welcome back. It's me Sahla. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്നും സേഫ് ആയിട്ടിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അബുദാബിയിൽ ഞാൻ ചെടികളും പോട്ടുകളൊക്കെ വാങ്ങിക്കുന്ന ഒരു കിഡിലൻ സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അബുദാബിയിൽ മീന പോർട്ടിൽ ഫിഷ് മാർക്കറ്റിന് അടുത്തായിട്ടാണ് പ്ലാന്റ് നഴ്സറികളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ഷോപ്പൊന്നുമല്ല, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരു ലൈനിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ നമ്പർ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഒരു 15th ഷോപ്പ് മുതൽ ഒരു 54 ഷോപ്പ് വരെ പ്ലാന്റ് നഴ്സറിയാണ്. പിന്നെ അവിടുത്തെ അങ്ങോട്ടുണ്ടോ എന്നറിയില്ല, പിന്നെ ഞാൻ പോയി നോക്കിയിട്ടില്ല കേട്ടോ. ഒരേ ലൈനിൽ തന്നെ ഒരുപാട് ഷോപ്പുകളായതുകൊണ്ട് നമുക്കിവിടെ വന്നാൽ ഒരു ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ റേറ്റും നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ പോവാം. അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഏകദേശം എല്ലാ ഷോപ്പുകളിലും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. ഒരേ റേറ്റ് ആണെങ്കിലും ഏത് ഷോപ്പിലാണ് നല്ലതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെറാമിക് പോട്ടുകളും പ്ലാസ്റ്റിക് പോട്ടുകളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരുപാട് വൈഡായിട്ടുള്ള കളക്ഷൻ ഉണ്ട്. എൻ്റെ അടുത്തുള്ളൊരു മണി പ്ലാന്റ് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് വാങ്ങിക്കാനാണ് കേട്ടോ ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡേ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. സാധാരണ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ കുറേ അറബ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ ഒന്നും ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് പോട്ടുകളും അതുപോലെ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കുന്നത് എന്ന്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണിക്കാമല്ലോ, അവരെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാ ഷോപ്പിൻ്റെയും പുറത്തായിട്ടാണ് ഔട്ട്ഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. നമ്മുടെ മുല്ലപ്പൂവും തെച്ചിപ്പൂവും നമ്മുടെ ചെമ്പരത്തിപ്പൂ വരെ ഉണ്ട് ഇവിടെ. പിന്നെ കറിവേപ്പില, തുളസി, ഇലച്ചെടികൾ, അങ്ങനെ എല്ലാ വെറൈറ്റിയിലുള്ള നമ്മൾ നാട്ടിൽ കാണുന്ന ഏകദേശം ചെടികളൊക്കെ ഇവിടെയും കിട്ടും. പിന്നെ നമ്മൾ ഷോപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെയാണ് അവർ സെറാമിക് പോട്ടുകളും ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളത്. ഓരോ ഷോപ്പിൻ്റെ ഉള്ളിലായിട്ട് അവർക്കൊരു AC റൂം ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളത്. അത് ഞാൻ പിന്നെ കാണിക്കാം. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സെറാമിക് പോട്ടുകളുടെ കളക്ഷൻ ഉണ്ട്. കുഞ്ഞു പോട്ട് മുതൽ വലിയ പോട്ട് വരെ ഉണ്ട്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കണ്ടത് മരത്തിൻ്റെ 3 കാല് വരുന്ന സ്റ്റൂൾ ടൈപ്പിലുള്ള പോട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് നല്ല ഭംഗിയുള്ള പോട്ടാണ്. എല്ലാ ഷോപ്പിലൊന്നും ഇല്ല, 1-2 ഷോപ്പിലൊക്കെ ഇപ്പോൾ ഇതുള്ളൂ. പിന്നെ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് 80 ദിറംസൊക്കെയാണ്. ഇതിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഞാൻ മുമ്പ് പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ചൊന്നും റേറ്റ് കുറയട്ടെ എന്നിട്ട് വേണം ഒന്ന് വാങ്ങിക്കാൻ. പിന്നെ വെറൈറ്റി ആയിട്ട് കണ്ടത് ഈ ടൈപ്പിലുള്ള ഹാങ്ങിങ് പോട്ടാണ്. ഇത് സിമെൻ്റ് ആണെന്ന് തോന്നുന്നു. പല ഷേപ്പിലും കളറിലും ഒക്കെ ഉണ്ട്. കയർ വെച്ചിട്ട് ഹാങ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇതും കാണാൻ. നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടെ വന്നാൽ ഈ പോട്ടുകളും പ്ലാന്റുകളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ടൈം പോകുന്നതേ അറിയില്ല. ഈ പോട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ 2 സൈസ് വാങ്ങിച്ചു. ഒരു വലിയ സൈസും പിന്നെ ഒരു മീഡിയം സൈസും വാങ്ങിച്ചു. 50 ദിറംസിന് അവർ 2 എണ്ണം തന്നു. വാങ്ങിക്കാൻ പോയത് ഒരു പോട്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പ്ലാന്റും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അത് വെക്കാനുള്ള ഒരു പോട്ടും കൂടെ, അങ്ങനെ 2 പോട്ടും വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ അടുത്തുള്ള മണി പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിപ്പോൾ ഒരു ചെറിയ പോട്ടിലാണുള്ളത്. അതൊന്ന് റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വലിയ പോട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് റീപോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്.
ഇവിടെ നമുക്ക് ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാതെ തന്നെ അടുത്ത ഷോപ്പിലേക്കൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും. എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടെ തന്നെ പോകാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പോട്ടിംഗ് സോയില്, ഫെർട്ടിലൈസേഴ്സ്, പെബിൾസ് അതൊക്കെ കിട്ടും. പിന്നെ നോക്കിയാൽ ഇവിടെ ഒരുപാട് കാക്ടസിൻ്റെയും സെക്കുലൻസിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, നല്ല ക്യൂട്ടാണ്. ഈ കാക്ടസും സെക്കുലൻസൊക്കെ വെക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള പോട്ടുകളാണ് ഇതൊക്കെ. വിൻ്റർ ടൈമിലൊക്കെ നമ്മളിവിടെ വരികയാണെങ്കിൽ ഇതിനേക്കാൾ അധികം കളക്ഷൻ ഉണ്ടാവും. കുറച്ച് മുമ്പ് ഞാൻ കുറച്ച് കാക്ടസും സെക്കുലൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് എൻ്റെ മൊബൈലിലുണ്ട്, ഞാനതൊന്ന് കാണിക്കാം. അന്ന് ഞാൻ കുറച്ച് കാക്ടസും സെക്കുലൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ കൊറോണ ടൈമിൽ ഞാൻ കുറച്ചധികം നാട്ടിൽ സ്റ്റക്കായി പോയല്ലോ. അപ്പോൾ അന്ന് പ്രോപ്പർ കെയറിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ നശിച്ചു പോയി. ഇനി നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കാണാം. ഇവിടെ എല്ലാ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചിയോ അങ്ങനെയുള്ള ഫ്ലവറിങ് ടൈപ്പും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. മണി പ്ലാന്റിൻ്റെയൊക്കെ പല വെറൈറ്റി ഉണ്ട്. മണി പ്ലാന്റൊക്കെ പല സൈസിലും സ്ക്വയർ സ്റ്റിക്കിലേക്ക് പടർത്തിയിട്ടുള്ളതുണ്ട്. അപ്പോൾ സൈസിനനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഇനി സ്ക്വയർ സ്റ്റിക്കിലേക്ക് പടർത്തിയിട്ടുള്ളതിന് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഒരു 35 ദിർഹംസ് ഒക്കെയാണ്. പിന്നെ സ്നേക്ക് പ്ലാന്റ്, സീസി പ്ലാന്റ്, റബ്ബർ പ്ലാന്റ്, മോൺസ്ട്ര അങ്ങനെ ഒരുവിധം എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. പിന്നെ പ്ലാന്റ്സ് മാത്രമല്ല, ഔട്ട്ഡോറിൽ ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന പല സാധനങ്ങളും ഉണ്ടല്ലോ, കൂജകൾ, വലിയ ഭരണികൾ, നല്ല ഡിസൈനുള്ള പോട്ടുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കയറ്, ബാമ്പു അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇനി വാങ്ങിച്ചിട്ടുള്ള മണി പ്ലാന്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.